സന്ദീപ് ചേട്ടന്റെ ഡെസിഗ്നേഷൻ എന്തായിട്ട് പറയുമായിരിക്കും സിനിമയിൽ? സൗണ്ട് ഡിസൈനർ. സൗണ്ട് ഡിസൈനർ ആയിട്ട്. ഈ സൗണ്ട് ഡിസൈനർ എന്ന റോൾ ഉണ്ടല്ലോ സിനിമയിൽ, എന്താണ് സത്യം പറഞ്ഞത്? സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞാൽ ശരിക്കും സൗണ്ട് ഡിസൈനർ എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് മൊത്തം അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അതിനകത്ത് ആ പടങ്ങളിലും ഈ ഹാൻസ് സിമ്മർ ഒരു എക്സലന്റ് സൗണ്ട് ഡിസൈനറാണ് ബേസിക്കലി. മറ്റേ ഇൻഡസ്ട്രിയലിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ സൗണ്ട് മാറ്റിമറിച്ചത് സിങ് സൗണ്ട് എന്തുവാണ്? സിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അതെ. അപ്പൊ ചേട്ടൻ ഏതാണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്? ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിങ് സൗണ്ട് ആണ്. മമ്മൂട്ടി ഒക്കെ സിങ് സൗണ്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് അതാണ് വേണ്ടത്. ഭയങ്കര ഈ ബ്രഹ്മാണ്ഡ സിനിമകൾ എന്ന് പറഞ്ഞ സിനിമകളിൽ അത് സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ ലൗഡ് സൗണ്ടാണ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഒരു വലിയ ഫിലിം മേക്കർ ഞാൻ പേര് പറയുന്നില്ല, പുള്ളിക്കാരൻ ഒരു സിനിമയുടെ, നമുക്കെല്ലാം അറിയാവുന്ന ഒരു വലിയ സിനിമയുടെ സൗണ്ട് മിക്സിങ്ങിന് ഇരുന്നപ്പോൾ മിക്സിംഗ് ആണ് ഗംഭീരമാണ് എന്ന് പറയും. ചില സിനിമകൾ ഇപ്പം കങ്കുവ മാത്രമല്ല, ഇപ്പം KGF അതായത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായി, കുറേ കുട്ടികൾ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യരായത് റസൂലിന് ശേഷമാണ്. റസൂൽ സാറിന് ഓസ്കർ കിട്ടിയതിന് ശേഷമാണ് അതുണ്ടായത്. അതിനു മുമ്പ് പണ്ട് കോൻ ബനേഗ ക്രോർപതി ചെയ്തുകൊണ്ടിരുന്നപ്പം ആമിർ ഖാൻ ഗസ്റ്റായിട്ട് വന്നത്, ആമിർ ഖാൻ ലഗാൻ ചെയ്യുന്ന സമയത്ത്, ചെയ്യുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ ചോദിക്കും, നിങ്ങളൊരു പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നു എന്ന് കേട്ടല്ലോ, എന്താണ് ടെക്നോളജി?